Hi students, welcome to your new class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്. അതായത് പ്രോബബിലിറ്റിയിലത്തെ രണ്ടെണ്ണമായിരുന്നു, റാൻഡമും സ്ട്രാറ്റിഫൈഡും. റാൻഡത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചു, ഏതൊക്കെ സിമ്പിൾ റാൻഡും സിസ്റ്റമാറ്റിക് റാൻഡും. ഇനി രണ്ടാമത്തെ കാറ്റഗറിയിലേക്ക് വരികയാണ് സ്ട്രാറ്റിഫൈഡ് എന്ന് പറഞ്ഞാൽ. അതായത് ഇവിടെ നമ്മൾ എടുക്കുന്ന, നമ്മുടെ സ്റ്റഡിക്ക് വേണ്ടി എടുക്കുന്ന പോപ്പുലേഷനെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്യുക. നമ്മളുടെ സ്റ്റഡിക്ക് ആവശ്യമുള്ള പോപ്പുലേഷനിൽ പലതരം വേരിയബിൾസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവാം. ചിലപ്പോൾ ഏജിൻ്റെ ബേസിൽ, ജെൻഡർ, മാരിറ്റൽ സ്റ്റാറ്റസ്, ഇൻകം, ജോഗ്രഫിക്കൽ റീജിയൻ, അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഒരു കൺക്ലൂഷനിൽ എത്തുന്നതെങ്കിൽ, ഒരുപാട് വേരിയബിൾസ് അവിടെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ബേസിൽ വേണം നമ്മൾ സാമ്പിളിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം ഉൾപ്പെടുന്ന തരത്തിൽ പറയുമ്പോൾ, കാരണം ഇവിടെ വരുന്ന വേരിയബിൾസ് എല്ലാം ഒന്നിനൊന്ന് ഡിഫറെൻ്റ് ആണ്. അതേപോലെ തന്നെ ഈ ഒരു പോപ്പുലേഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്, ഹെട്രോജനസ് ആ, ഒരേപോലെ. അപ്പം ഏജ് മാത്രം ഒരേ ഏജിലുള്ള ആളുകളുടെ ഒരു ഗ്രൂപ്പാണ് വെച്ചാൽ നമുക്ക് ആ പ്രശ്നം വരുന്നില്ല. പക്ഷെ നമ്മളിവിടെ എടുക്കുന്ന പോപ്പുലേഷനിൽ ഏജ് ഡിഫറെൻ്റ് ഉള്ള ആളുകളുടെ, ജെൻഡർ ഡിഫറൻസ് ഉണ്ട്, മാരിറ്റൽ സ്റ്റാറ്റസ് വ്യത്യാസങ്ങളുണ്ട്, ഇൻകം, അപ്പം ഇങ്ങനെ എല്ലാം ഹെട്രോജനസ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ സബ് ഗ്രൂപ്പുകളായിട്ട് തരംതിരിക്കും, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ ബേസ് ചെയ്തുകൊണ്ട്. അതെന്തിനു വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഗ്രൂപ്പിൽ നിന്നും നമുക്ക് കൃത്യമായിട്ട് സാമ്പിൾ എടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ നമ്മൾ ടോട്ടൽ വെറുതെ ഇത്ര എണ്ണം മാത്രം സെലക്ട് ചെയ്യുമ്പോൾ ഇതിലെല്ലാ വേരിയബിളും പെട്ടോ ഇല്ലേ നമുക്കറിയില്ല. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ട് ഒരു ഹെട്രോജനസ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ അതിൽ നിന്ന് എല്ലാറ്റിൽ നിന്നും വേണ്ടത്ര അളവിൽ നമുക്ക് സാമ്പിൾസ് കളക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഈ ഒരു സ്ട്രാറ്റിഫൈഡ് ഡിഫറെൻറ്റ് സ്ട്രാറ്റകളായിട്ട് അല്ലെങ്കിൽ സബ് ഗ്രൂപ്പുകളായിട്ട് തരംതിരിക്കുക. അപ്പോൾ ഏജ് മാത്രം എടുത്തിട്ട് ഇത്ര മുതൽ ഇത്ര വയസ്സ് വരെയുള്ള ഒരു 3-4 ആളുകൾ, ജെൻഡർ ഫീമെയിലും മെയിലും പറയാം, കല്യാണം കഴിഞ്ഞ ആളുകളും അല്ലാത്തവരുടെ നിന്ന് കുറച്ച് പേരെ സെലക്ട് ചെയ്യാം. ഇൻകം പറഞ്ഞു കഴിഞ്ഞാൽ 10,000 to 20,000 വാങ്ങുന്നവരുണ്ടാവാം, 20 to 50 ഉണ്ടാവാം. അങ്ങനെ അതിൻ്റെ റേഞ്ചിൽ നമുക്ക് കുറച്ച് പേരെ സെലക്ട് ചെയ്യാം. ജോഗ്രഫിക്കൽ, പല ഭാഗത്തു നിന്നുള്ള ആളുകളെ നമ്മൾ അപ്പം അങ്ങനെയൊക്കെയാണ് ഓരോ സ്ട്രാറ്റകളായിട്ട് തരംതിരിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുമ്പം നല്ല കുറച്ചും കൂടി നമുക്ക് പ്രിസൈസ് ആയിട്ടുള്ള റിസൾട്ട് അവിടെ കിട്ടുന്നുള്ളതാണ് പറയുന്നത്. റിലയബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ റിസർച്ച് ചെയ്യുന്ന ആളുകൾ കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ട് തന്നെ ഇതിനെ ജനറലൈസ് ചെയ്യാനും സാധിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഈ ഒരു സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങിൽ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. എളുപ്പത്തിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കമ്പനിയിൽ 800 ഫീമെയിലും 200 മെയിലും വർക്ക് ചെയ്തെന്ന് വിചാരിക്കാം. ഇവരെ നമുക്ക് ഇതിൽ നിന്ന് 100 പേരെ സെലക്ട് ചെയ്യാന്ന് പറയുമ്പോൾ വെറുതെ 100 പേരെ നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ പറ്റില്ല. സോ ഫസ്റ്റ് നമ്മൾ അവരെ ഡിവൈഡ് ചെയ്യുന്നത് ജെൻഡറിൻ്റെ ബേസിൽ എന്ന് പറഞ്ഞിട്ട് എടുക്കാം. അങ്ങനെ ഒരു കാര്യത്തിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പം അതിൽ നിന്ന് 100 പേരെ സെലക്ട് ചെയ്യാൻ പറയാൻ എളുപ്പമാണ്. കാരണം ഈ ഫീമെയിൽ 800 പേരിൽ നിന്ന് ഈ ക്വാളിറ്റീസ് ഉള്ള ഒരു 80 ഫീമെയിലിനെ അവിടെ സെലക്ട് ചെയ്യാം. 200 പേരുള്ള മെയിലിൽ നിന്ന് ഒരു 20 പേര്, അപ്പോൾ ടോട്ടൽ 80 + 20 100 പേര് നമുക്കവിടെ കിട്ടുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതും ഈ ഓരോ ആളുകളെയും നമ്മൾ സെലക്ട് ചെയ്യുന്ന റാൻഡം ആയിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് സ്ട്രാറ്റകളായിട്ട് തരംതിരിച്ചുകൊണ്ടാണ് നമ്മൾ സാമ്പിൾ എടുക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ പ്രത്യേകിച്ച് പറയുന്നത് മെയിനായിട്ട് നമ്മൾ ഓരോ സ്ട്രാറ്റകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് സെലക്ട് ചെയ്യുക. റാൻഡം ആയിട്ടാണ് ആ സ്ട്രാറ്റകളിൽ നിന്ന് നമ്മൾ സാമ്പിൾ സൈസ് സെലക്ട് ചെയ്യുന്നത്. കൃത്യമായി നമുക്ക് പ്രിസൈസ് ചെയ്യാൻ, എൻഹാൻസ് ചെയ്യാൻ പറ്റും. കാരണം വളരെ ആക്യുറേറ്റ് ആയിട്ട്, കാരണം എടുക്കുന്ന ഓരോ ഗ്രൂപ്പിൽ നിന്നും ഇത്ര സാമ്പിൾ വീതം ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാറ്റിനെയും അത് പ്രതിനിധാനം ചെയ്യുന്ന ഒരു സാമ്പിളാണെന്ന് പറയാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് കുറച്ചും കൂടി നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് റിസൾട്ട് കൊടുക്കാൻ സാധിക്കുക. അതേപോലെ തന്നെ കമ്പാരിസൺ കുറച്ചുകൂടി എളുപ്പമാക്കി മാറ്റുക. അതേപോലെ ജനറലൈസ് ചെയ്യാനുള്ള കാര്യങ്ങളെ കുറച്ചും കൂടി എൻഹാൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി ഇതിൽ തന്നെ 2 തരത്തിലായിട്ട് പറയുന്നുണ്ട്. പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങും അതേപോലെ തന്നെ ഡിസ്പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങും. അതിൽ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള സ്ട്രാറ്റിഫൈഡ് എന്ന് പറഞ്ഞ പേരിൽ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഒരു നിശ്ചിത പ്രൊപ്പോർഷൻ വെച്ചുകൊണ്ടാണ് അതിനെ സാമ്പിളിങ് ചെയ്യുന്നത്, സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ് ചെയ്യുന്നത്. കാരണം ദ സൈസ് ഓഫ് ഈച്ച് സ്ട്രാറ്റം സാമ്പിൾ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ സൈസ് ഓഫ് ദാറ്റ് സ്ട്രാറ്റം ഇൻ ദ പോപ്പുലേഷൻ. പോപ്പുലേഷനിൽ എത്ര സ്ട്രാറ്റംസ് ഉണ്ടോ ആ ഓരോ സ്ട്രാറ്റത്തിൽ നിന്നും എടുക്കുന്നത് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടായിരിക്കും. നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണുമ്പോൾ അത് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട്സും അതേപോലെ മോർ റെപ്രസെൻറ്റേഷനും ഇവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ അനാലിസിസിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും ഓരോ സ്ട്രാറ്റകളായിട്ട് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട്. അപ്പോൾ ഓരോ സ്ട്രാറ്റയിൽ നിന്നും പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് എടുക്കുക എന്ന് പറയുമ്പം ഈ ഒരു കാര്യം നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ സ്മോൾ സ്ട്രാറ്റ മേ ഹാവ് വെരി ഫ്യൂ സാമ്പിൾസ്. ചെറിയ സ്ട്രാറ്റകളാണെന്ന് വെച്ചാൽ കുറച്ച് സാമ്പിൾസേ അവിടെ ഉണ്ടായിരിക്കുള്ളൂ.
അപ്പോൾ ഇവിടെ എക്സാമ്പിൾ പറയണം, 1000 പേര് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണെന്ന് വിചാരിക്കുക. അതിൽ 400 പേര് സെയിൽസ് ഡിപ്പാർട്ട്മെന്റിൽ, 300 പേര് HR ഡിപ്പാർട്ട്മെന്റിൽ, 200 പേര് ഫിനാൻസിൽ, 100 പേര് IT വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നാണ് നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു പ്രൊപ്പോർഷൻ വെക്കുക, എല്ലാറ്റിൽ നിന്നും 10%. അപ്പോൾ അതിൻ്റെ ബേസിസിൽ സെയിൽസിൽ നിന്ന് 40 പേര്, HR 30 പേര്, ഫിനാൻസിൽ നിന്ന് 20 പേര്, IT 10 പേര്, അങ്ങനെയാണ് സെലക്ട് ചെയ്യുക. ഇതിനെയാണ് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് സെലക്ട് ചെയ്യാൻ പറയുക. കാരണം എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും നമ്മൾ ഒരേ നിരക്കിലാണ് എടുത്തിരിക്കുന്നത്. അതാണ് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഡിസ്പ്രപ്പോർഷനേറ്റ് എന്ന് പറയുമ്പം അതിൻ്റെ പ്രത്യേകത എന്താണ്? ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രൊപ്പോർഷൻ ഒന്നും വെക്കുന്നില്ല. ദ സാമ്പിൾ സൈസ് ഫ്രം ഈച്ച് സ്ട്രാറ്റം ഈസ് നോട്ട് പ്രൊപ്പോർഷണൽ ടു ദ സൈസ് ഓഫ് ദ പോപ്പുലേഷൻ. ടോട്ടൽ പോപ്പുലേഷൻ എന്താണോ അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടായിരിക്കില്ല നമ്മൾ ഓരോ സ്ട്രാറ്റത്തു നിന്നും സെലക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ ഈ ഒരു എക്സാമ്പിളിൽ 1000 എംപ്ലോയി ഉണ്ട്. ആ 1000 നിന്ന് വെറുതെ കുറച്ച് പേരെ സെലക്ട് ചെയ്യല്ല, ഓരോ സ്ട്രാറ്റകളായി തിരിച്ചെത്തുന്ന ഒരേ പ്രൊപ്പോർഷനിലാണ് എല്ലാവരെയും സെലക്ട് ചെയ്തത്. പക്ഷേ ഇത് ഡിസ്പ്രപ്പോർഷനേറ്റ് ആകുമ്പം ഇപ്പം 40 പേരെ സെയിൽസിൽ നിന്ന് എടുത്തു, പക്ഷേ ഇവിടെ ശരിക്കും 30 പേരെ എടുക്കണം. പ്രൊപ്പോർഷനേറ്റ് ആകുമ്പോൾ ചിലപ്പോൾ 20 പേരെ എടുക്കുള്ളൂ, ചിലപ്പോൾ 10 പേരെ എടുക്കാം. അങ്ങനെ ഒരു കൃത്യത ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് എന്താ, കുറച്ചും കൂടി ഡീറ്റെയിൽഡ് അനാലിസിസ് ഒരു സ്മോളോ റെയർ സബ് ഗ്രൂപ്പ്സിനൊക്കെ ചെയ്യണമെങ്കിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. ആൻഡ് കുറച്ചുകൂടി സബ് ഗ്രൂപ്പുകളെ കുറിച്ചുള്ള ഒരു ഇൻസൈറ്റുകൾ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പം കുറച്ചും കൂടി വെയിറ്റിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ്സുകൾ ഇവിടെ നമുക്ക് അനാലിസിസ് ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ട്. ക്യാൻ ലീഡ് ടു ബയാസ് ഇഫ് നോട്ട് കറക്റ്റ്ലി അക്കൗണ്ട് എടുക്കും. നമ്മൾ അനാലിസിസിന് വേണ്ടിയിട്ട് എടുക്കുന്ന കാര്യങ്ങളെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ ക്യാൻ ലീഡ് ടു ബയാസ് ഇഫ് നോട്ട് കറക്റ്റ്ലി അക്കൗണ്ടഡ് ഫോർ ഇൻ അനാലിസിസ്. അനാലിസിസിന് വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായിട്ടല്ല എടുത്തിരുന്നെങ്കിൽ അതിൽ നമുക്ക് തെറ്റുകൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. ഇഫ് എ റിസർച്ചർ വാണ്ട്സ് ടു സ്റ്റഡി എ സ്പെസിഫിക് ഗ്രൂപ്പ്, റിസർച്ച് ചെയ്യുന്ന ആളുകൾ ഒരു ചെറിയൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിനെ സ്റ്റഡി ചെയ്യാനാണെന്ന് വെച്ചാൽ നമ്മൾ കൃത്യമായിട്ട് നമുക്കിവിടെ നോക്കുക. സച്ച് ആസ് വുമൺ ഇൻ മാനേജ്മെൻറ്റ് റോള്, മാനേജ്മെൻറ്റ് റോളിൽ എത്ര ലേഡീസ് വർക്ക് ചെയ്യുന്നുണ്ട്. ദേ മൈറ്റ് ഓവർ സാമ്പിൾ വിമൺ ഫ്രം എ സർട്ടൺ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രമായിട്ടുള്ള വുമൺ സാമ്പിൾസ് കുറച്ചുകൂടി അധികമൊക്കെ എടുക്കാനുള്ള സാധ്യത ഉണ്ട്. ഈവൺ ഇഫ് ദേ റെപ്രസെൻറ്റ് എ സ്മോൾ പ്രൊപ്പോർഷൻ ഓഫ് ദ പോപ്പുലേഷൻ. ടോട്ടൽ എടുക്കുന്ന പോപ്പുലേഷനിൽ ഈ വിമൺ എന്ന് പറയുന്ന കാറ്റഗറി ചിലപ്പോൾ ഒരു സ്മോൾ പ്രൊപ്പോർഷൻ ആയിരിക്കാം. പക്ഷേ ഈ സ്മോൾ പ്രൊപ്പോർഷനിൽ തന്നെ അതെടുക്കുന്നത് ഓവർ സാമ്പിളായിട്ടായിരിക്കും എടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനുള്ള തെറ്റുകൾ സാധ്യത കൂടുതലാണ്. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ് കണ്ടക്ട് ചെയ്യാനുള്ള 6 സ്റ്റെപ്പുകളെ കുറിച്ചാണ്. 6 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻ കണ്ടക്ടിങ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്. ഇതിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ഐഡൻറ്റിഫൈ ആൻഡ് പോപ്പുലേഷൻ ദ ഡിഫൈൻ സ്ട്രാറ്റ. ഈ ഒരു ടൈപ്പ് റിസർച്ച് നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പം അവിടെ നമ്മൾ ആദ്യം നോക്കുന്നത് നമ്മുടെ സ്റ്റഡിക്ക് അനുയോജ്യമായിട്ടുള്ള പോപ്പുലേഷൻ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിൽ കൃത്യമായിട്ട് എത്ര ഗ്രൂപ്പുകൾ ഉണ്ട് അല്ലെങ്കിൽ സ്ട്രാറ്റ ഉണ്ട് എന്നുള്ളത് ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പായിട്ട് പറയുന്നത്. അങ്ങനെ ഡിഫൈൻ ചെയ്തതിന് ശേഷം ആ ഒരു പോപ്പുലേഷനെ പല സ്ട്രാറ്റകളായിട്ട് ഡിവൈഡ് ചെയ്യുക. അതിലത്തെ ഓരോ സ്ട്രാറ്റത്തിൽ നിന്നും എത്ര നമ്മൾ സാമ്പിൾ എടുക്കണം എന്നുള്ള, ഓരോ സ്ട്രാറ്റത്തിൽ നിന്ന് എത്ര സാമ്പിൾ സൈസ് എടുക്കണം എന്ന് ഡിറ്റർമിൻ ചെയ്യുക. ആ ഡിറ്റർമിനേഷന് ശേഷം ആ എടുക്കുന്ന സാമ്പിളിനെ റാൻഡം ആയിട്ട് ഓരോ സ്ട്രാറ്റകളിൽ നിന്ന് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് സെലക്ട് ചെയ്തിരിക്കുന്ന സാമ്പിൾ സൈസിൽ നിന്ന് നമ്മൾ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഡാറ്റാസ് കളക്ട് ചെയ്യുകയും അതിനുശേഷം ആ കിട്ടിയ ഡാറ്റേനെ അനലൈസ് ചെയ്യുകയും ചെയ്യുക. ഇതാണ് 6 സ്റ്റെപ്സ് ഇതിൽ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങിൽ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആ ഒരു പോപ്പുലേഷനെ എത്ര സ്ട്രാറ്റകൾ വേണം ഡിവൈഡ് ചെയ്യുക, അതിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഏത് പോപ്പുലേഷനാണെന്നുള്ളതും അതിനെ സ്ട്രാറ്റകളായി ഡിവൈഡ് ചെയ്യുക. ഓരോ സ്ട്രാറ്റത്തിൽ നിന്ന് എത്ര സാമ്പിൾ എടുക്കണം സെലക്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ റാൻഡമായിട്ട് സെലക്ട് ചെയ്യുക ഓരോ സ്ട്രാറ്റത്തിൽ നിന്നും. ആ കിട്ടുന്ന സാമ്പിൾസിൽ വേണ്ടി മാത്രം അവിടെ നമ്മൾ ഡാറ്റാസ് കളക്ട് ചെയ്യുക. ആൻഡ് ലാസ്റ്റ് കിട്ടുന്ന ഡാറ്റേനെ അനലൈസ് ചെയ്യുക. ഇത്രയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് മാർക്കറ്റ് റിസർച്ചിലും ഹെൽത്ത് കെയർ റിസർച്ചിലും പൊളിറ്റിക്കൽ പോളിങ്ങിലും എഡ്യൂക്കേഷൻ സ്റ്റഡീസിലൊക്കെയാണ് ഈ ഒരു സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ് ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഇതിൽ ലാസ്റ്റ് 2 പോയിന്റ് കൂടി വരുന്നത് ഈ ഒരു സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുകയാണെന്ന് വെച്ചാൽ കുറച്ചും കൂടി പ്രിസൈസ് ആയിട്ടുള്ള ഒരു ആൻസർ നമുക്ക് അവിടെ കിട്ടുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. രണ്ടാമത് നമ്മളിങ്ങനെ ഓരോ സ്ട്രാറ്റത്തിൽ നിന്നും സാമ്പിൾസ് എടുക്കുന്നതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഓരോ സബ് ഗ്രൂപ്പിൻ്റെ എല്ലാ ഗുണങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്ന സാമ്പിൾസ് ആയിരിക്കും നമ്മുടെ പോപ്പുലേഷനിൽ നിന്ന് എടുക്കുന്ന സാമ്പിളായിട്ട് മാറുന്നത്.
ആൻഡ് മൂന്നാമത്തേൽ പല സ്ട്രാറ്റകൾ തമ്മിൽ നമുക്ക് പലതരത്തിലും കമ്പയർ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. നെക്സ്റ്റ് ഇതുവഴി നമുക്ക് സാമ്പിളിംഗ് എറർ ഒരു പരിധിവരെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു. കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് കൂടിയാണ് ഈ ഒരു ക്ലസ്റ്റർ സാമ്പിളിംഗ് ആയിട്ട് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങിൽ യൂസ് ചെയ്യുന്നത്. ഇനി ഈ ഒരു സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ പോരായ്മകൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഫസ്റ്റ് പോയിന്റിൽ റിക്വയർസ് ഡീറ്റെയിൽഡ് പോപ്പുലേഷൻ ഡാറ്റ. കിട്ടുന്ന പോപ്പുലേഷൻ വളരെ ഡീറ്റെയിൽ ആയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഇത്തരത്തിൽ സ്ട്രാറ്റകളായിട്ട് തരംതിരിക്കാനും അതിനെ കൃത്യമായി പ്രതിനിധാനം ചെയ്യുന്ന സാമ്പിൾസിനെ സെലക്ട് ചെയ്യാനും പറ്റുള്ളൂ എന്നുള്ളതാണ് വേറൊരു പോരായ്മയായിട്ട് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത് കോംപ്ലെക്സ് ടു ഇംപ്ലിമെന്റ്. എല്ലാ കേസസിലും നമുക്ക് പോപ്പുലേഷൻ കൂടുതലായി നിൽക്കുന്ന ഒരു സമയത്ത് എല്ലാവിടെയും നമുക്കത് അപ്ലൈ ചെയ്യാന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു കാൽക്കുലേഷൻ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയതുകൊണ്ടും കോംപ്ലെക്സ് ആയതുകൊണ്ടും ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കേസാണ്. അതാണ് ഇതിൻ്റെ രണ്ടാമത്തെ പോരായ്മയായിട്ട് പറയുന്നത്. മൂന്നാമത്തെ പോരായ്മയായിട്ട് പറയുന്ന പൊട്ടൻഷ്യൽ ഫോർ മിസ് ക്ലാസിഫിക്കേഷൻ. ഇഫ് ഇൻഡിവിജ്വൽസ് ആർ മിസ് ക്ലാസിഫൈഡ്, നമ്മൾ എടുക്കുന്ന ഓരോ സാമ്പിൾസിനെയും കൃത്യമല്ലാതെയാണ് ക്ലാസിഫൈ ചെയ്യുന്നതെങ്കിൽ അതിലൂടെ കിട്ടുന്ന ഉത്തരങ്ങളും ഇൻകറക്റ്റ് ആയിട്ട് മാറാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് പിന്നെ അനാലിസിസ് കോംപ്ലക്സിറ്റി. ഇനി ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞു ഓരോ സ്റ്റാറ്റകളിൽ നിന്ന് നമുക്ക് തോന്നുന്ന പോലെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഡാറ്റ അനലൈസ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ചും കൂടിയിട്ട് കോംപ്ലക്സ് ആയിട്ടുള്ളൊരു പ്രോസസ്സായിട്ട് മാറും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കുറച്ച് എക്സാമ്പിൾ ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എമൗണ്ട് ഓഫ് ടൈം സ്പെൻഡ് ബൈ മെയിൽ ആൻഡ് ഫീമെയിൽ യൂസേഴ്സ് ഇൻ സെൻഡിങ് മെസ്സേജസ് ഇൻ എ ഡേ. ഒരു ദിവസത്തിൽ മെസ്സേജ് സെൻഡ് ചെയ്യുന്ന കാര്യത്തിൽ മെയിലും ഫീമെയിലും എത്ര ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഹിയർ ദ സ്ട്രാറ്റ ആർ മെയിൽ ആൻഡ് ഫീമെയിൽ. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റ, ഈ ഒരു ടോപ്പിക്കിൽ വരുന്ന സ്ട്രാറ്റ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഏതൊക്കെയാണ് ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന മെയിലും ഫീമെയിലും അതാണ് പറയുന്നത്. എഫിക്കസി ഓഫ് എ ഡ്രഗ് എമംഗ് ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പ്സ്. ഇനി ഏതെങ്കിലും ഒരു പ്രത്യേക ഏജ് ഗ്രൂപ്പ്, പലതരത്തിലുള്ള ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് എങ്ങനെയാണ് ഓരോ ഡ്രഗും അതിൽ ഗുണപ്രദമാണോ അല്ലേ നോക്കുന്നത്. അപ്പോൾ ഏജ് ഗ്രൂപ്പാണ് ഇവിടെ വരുന്ന ആ ഒരു സ്ട്രാറ്റ. അവിടെ ലെസ് ദാൻ 40 വരും, 41 to 60 വരും, ഓവർ 60 വരും. പിന്നെ പെർഫോമൻസ് ഓഫ് ചിൽഡ്രൻ ഇൻ സ്കൂൾ ആൻഡ് പാരൻസ് മാരിറ്റൽ സ്റ്റാറ്റസ്. ഇവിടെ മാരിറ്റൽ സ്റ്റാറ്റസ് പറയുമ്പോൾ സിംഗിൾ, മാരീഡ്, ഡിവോഴ്സ്ഡ് ഒക്കെ ആവാം. ഇൻ ദിസ് കേസ് വി അസ്യൂം ദാറ്റ് ദ പാരൻസ് മാരിറ്റൽ സ്റ്റാറ്റസ് മേ ഇൻഫ്ലുവൻസ് ചിൽഡ്രൻസ് അക്കാഡമിക് പെർഫോമൻസ്. ചിലപ്പം ആ ഒരു മാരിറ്റൽ സ്റ്റാറ്റസും ചിൽഡ്രൻ്റെ അക്കാഡമിക് പെർഫോമൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാം. കാരണം സിംഗിൾ പാരൻ്റ് ഉള്ള ആളുകളാണെന്ന് വെച്ചാൽ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകൾ, ഡിവോഴ്സ്ഡ് ആണെങ്കിൽ അങ്ങനെ, മാരീഡ് ആണെങ്കിൽ അങ്ങനെ, അപ്പോൾ അതെല്ലാം ആ ഒരു അക്കാഡമിക് പെർഫോമൻസിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ടെലിവിഷനിൽ റേറ്റിംഗ് പോയിന്റ്സുകൾ, ഒരു പ്രോഗ്രാമിനെ സംബന്ധിച്ച് എത്ര റേറ്റിംഗ് വരുന്നുണ്ട്, പലതരത്തിലുള്ള ജോഗ്രഫിക്കൽ റീജിയൻസിൽ നിന്ന് എടുക്കാം. ഒരു രാജ്യത്തിലെ തന്നെ പല ജോഗ്രഫിക്കൽ റീജിയൻസിലും വരുന്ന റേറ്റിംഗ് എങ്ങനെയാണ് ഒരു പ്രോഗ്രാമിന് കൊടുക്കുന്നത് എന്നുള്ളത് അത് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഏകദേശം നമ്മൾ ഈ ഒരു മെത്തേഡിലെ എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്താണ് സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് എന്നും അതിൻ്റെ തന്നെ പ്രൊപ്പോർഷനേറ്റും ഡിസ്പ്രൊപ്പോർഷനേറ്റും അതിൻ്റെ സ്റ്റെപ്സും അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.